ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. മലപ്പുറത്തുകാരൻ മുജീബ്ക്കയുടെ ഊട്ടുപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇതാ നല്ല നാടൻ നെയ്യപ്പും സുലൈമാനിയും ഇത് വെച്ച് തുടങ്ങാം ഇന്നത്തെ പരിപാടി. ഇത് കുടിച്ചിട്ട് ബാക്കി നമുക്ക് പരിപാടി തുടങ്ങാം. നല്ല നാടൻ നെയ്യപ്പട്ടോ. സൗദി അറേബ്യയിലാണെങ്കിലേ നാടൻ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് വേറെ രസമാണ്. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ ഉണ്ടാക്കുന്ന നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ്. സാധനം വാങ്ങിക്കാൻ വേണ്ടി ബക്കാലയിൽ പോയ സമയത്ത് തൊട്ടപ്പുറത്ത് നമ്മളെ ഷമീർഖാൻ്റെ ബൂഫിയുണ്ട്. അപ്പോൾ ബക്കാലയിൽ നിന്ന് വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഉണ്ട് നല്ല നെയ്യപ്പത്തിൻ്റെ മണം വരണം അവിടെ. അപ്പോൾ എന്തായാലും കയറിയിട്ട് ഒന്ന് നമ്മൾ നോക്കി നെയ്യപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് ഒരെണ്ണം അവിടെ നിന്ന് സാമ്പിൾ കഴിച്ച് അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരു 4 വാങ്ങിച്ച് കയ്യിലും വെച്ചിട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് എന്തായാലും ചായയും നെയ്യപ്പും വെച്ചിട്ട് തുടങ്ങാൻ പരിപാടി. കഴിഞ്ഞ നമ്മൾ ബ്ലോഗിനകത്ത് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇല്ലാത്തൊരു ചിക്കൻ കറിയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചൊരു വിഭവം ഉണ്ടാക്കാം. അത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് കേൾക്കാം. അതൊരു രസകരമായൊരു കഥയിലൂടെ നമുക്ക് എന്താണ് ആ സംഭവം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആ കഥ കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആ വെറൈറ്റി ചിക്കനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് 1 കിലോ ചിക്കൻ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, വലിയ ജീരകം കേട്ടോ. പിന്നെ അതേമാതിരി നമ്മളെ ഒരു സ്വല്പം മസാല, ഗരം മസാല, 2 സവാള, വെളുത്തുള്ളി ഒരു കംപ്ലീറ്റ്, ഒരു 10 ഗ്രാം ഇഞ്ചി, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കൻ. ഈ ക്യാപ്സിക്കൻ നമ്മളൊരു ഒരു ഡെക്കറേഷൻ ഇടുന്നതാണ് അതിനകത്ത്. ക്യാപ്സിക്കന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ അതില്ലാതെ എഴുതിയിട്ട് ഇത് ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്ത് തുടങ്ങാൻ പരിപാടി. ഞാൻ ഈ സവാള കട്ട് ചെയ്യുമ്പോഴേ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആളുകൾ ഇങ്ങനെ പറയും ഈ സവാള കട്ട് ചെയ്യണത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം നല്ല ഉഷാറായിട്ട് സവാള കട്ട് ചെയ്യണത്. അപ്പോൾ അതിൽ ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞിട്ട്, കാരണം ഞാൻ ഈ കയ്യിലൊന്നും തട്ടാതെ ഇത് കയ്യിലോട്ട് നോക്കാതെയാണ് ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നത്. അത് ക്യാമറയിൽ നമ്മൾ ഈ കാണുന്ന മാതിരിയല്ലല്ലോ. കാരണം ഇത് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മളെ ഈ സവാള കട്ടിങ്ങേ ഇത് കണ്ടിട്ട് ആളുകളുടെ ഈ അഭിപ്രായം എന്ന് പറയുമ്പോഴേ നമ്മളിത് ഹോട്ടലിൽ പണിയെടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ശീലമായതുകൊണ്ടേ നമുക്ക് അത് നോക്കാതെ കട്ട് ചെയ്യാം. കാരണം ഒരു ചാക്ക് സവാള വരെ 40 കിലോ സവാള വരെ നമ്മളൊരു ദിവസം കട്ട് ചെയ്തിരുന്നതല്ലേ. അതുകൊണ്ട് ഇതൊരു വിഷയമല്ല നമുക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പരിപാടി കേട്ടോ. 2 ടീസ്പൂണ് വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതും ഓയിലാണ്, പാം ഓയിൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആക്കിയിട്ട് അത് വെളിച്ചെണ്ണ ആക്കി മാറ്റിയിട്ടുണ്ട്. സവാളൊക്കെ ഇട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണിക്ക് തുടങ്ങാം. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവും ചെയ്യും, നമ്മളെ മറ്റുള്ള പണി നടക്കാം. നമുക്കിന്ന് മൂടി വെക്കാം, നമുക്ക് അടുത്ത പരിപാടിക്ക് കിടക്കാം. അപ്പോൾ നമുക്കേ ആ കഥ എന്താണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ച് കൊണ്ടുവരണം. എന്നിട്ട് ഇങ്ങനെ കഥ പറയാം നമുക്ക്. കാരണം എന്താ അറിയോ, കഥ പറഞ്ഞു തീർന്നാൽ നമ്മളെ വീഡിയോ തീരാൻ പാടില്ലല്ലോ. ഇത് വീഡിയോ അവസാനം വരെ ഇത് നിൽക്കണ്ടേ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എന്തായാലും ഇനി തുടങ്ങല്ലേ. കാരണം ആളുകൾക്ക് ഇപ്പോൾ എന്താണ് സംഭവം, ഏതാണ് സംഭവം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ആളുകൾക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ മുമ്പ് ഇപ്പോഴൊന്നും കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഇങ്ങനെ പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുന്ന സമയത്ത് കിച്ചണിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ നമ്മളെ കൂട്ടുകാരനാണ് അവിടെ പണ്ടാരിയായിട്ടുള്ളത്. അങ്ങനെ അവനായിട്ട് വിഷയങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുമ്പ് ഹോട്ടലിൽ പണിയെടുത്ത് കുറച്ച് പരിചയമുള്ള ആളാണല്ലോ. അപ്പോൾ അവനോട് ചോദിച്ചാൽ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മളത് കട്ടിങ് കഴിഞ്ഞ് അപ്പോൾ കാര്യം ചെയ്ത് നമുക്കൊന്ന് മിക്സിയിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് വേണ്ട. അപ്പോൾ നമ്മളെ സവാള ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ടൈം കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുക. ചിക്കൻ അപ്പോൾ ഇതിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. നമ്മളെ കഥയിലോട്ട് പോകന്നെ, അതാണ് നല്ലത്. നമുക്ക് സാധനം ഒന്ന് മൂടി വെച്ച് നമ്മളെ കലാപരിപാടിയിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ഈ കൂട്ടുകാരൻ പണ്ടാരനെ കണ്ടപ്പോൾ കഥ പറഞ്ഞല്ലോ. അപ്പോൾ പണ്ടാരനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവനക്കറിയാം സംഭവം. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു പുതിയ ഡിഷ് ഉണ്ടാക്കിയിട്ട് പഠിച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പണ്ടാരി അവൻ്റെ മുതലാളിനെ വിളിച്ചു കൊടുന്ന് നമ്മൾ ഈ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം.
ആ സംഭവം എന്താണെന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ നമുക്ക് പറഞ്ഞു കാണിച്ചു തരാം ഈ സംഭവം എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ സംഭവം അവനക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ട് അവന് മുതലാളി വന്ന് ടെസ്റ്റ് ചെയ്ത് സാധനം അന്നത്തെ ദിവസം കച്ചവടം, മഹാ കച്ചവടം എന്ന് പറഞ്ഞാൽ വമ്പൻ കച്ചവടം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കച്ചവടം ഹോട്ടലിനകത്ത് നടക്കുക എന്നുള്ളത് അവർ പറഞ്ഞത്. കാരണം എൻ്റെ ആ ഒരൊറ്റ സംഭവത്തിൻ്റെ മുകളിൽ അത് എങ്ങനെ കയറിപ്പോയെന്ന് എനിക്കും അറിയില്ല, അവനക്കും അറിയില്ല. അപ്പോൾ ആ സാധനമാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ, അതിപ്പോൾ സംഭവം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. കാരണം ഇതെല്ലാവരും അറിയപ്പെടുന്നൊരു പേരാണ്, എല്ലാവരും കേൾക്കുന്ന പേരാണ്, കഴിക്കുന്ന പേരാണ്. പക്ഷേ ഈ കോഴിക്കോട് ഈ ഹോട്ടലുണ്ടായ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ അന്ന് ചെയ്തുകൊണ്ട് പിന്നെ അവിടെയുള്ള ആളുകൾ കോഴിക്കോട് നിന്നല്ല എല്ലാ സ്ഥലത്തും നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹോട്ടലിൽ ഈ ഒരു സാധനം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ആശ ഞാനാണ്. പക്ഷേ അത് ആർക്കും അറിയില്ല സംഭവം ആരാ ഉണ്ടാക്കിയെന്നുള്ളത്. നമ്മൾ മുമ്പ് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റെയിൻബോ ബിരിയാണി. അതൊക്കെ ഒരു ചെറിയൊരു സംഭവം. പക്ഷെ അതിലും വലിയ സംഭവമാണ് ഇപ്പം ഇന്ന് കേരളത്തിൽ നിന്നല്ല എല്ലാം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കയറുന്ന സാധനമാണ് അത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പെപ്പർ ചിക്കൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പേര് കേട്ടപ്പോൾ ഇതെല്ലാം ഇപ്പം എന്താ പുതുമ. പക്ഷേ വേറെ കാര്യമുണ്ട്, എല്ലാവരും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒരേ സാധനമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പല ആളുകളുടെ കൈകൾക്കും പല പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം രണ്ടും ഒരേ സാധനങ്ങൾ വെച്ച് ഒരേ മെറ്റീരിയൽ, അതായത് ഒരേ സാധനങ്ങൾ വെച്ച് ഓരോ മസാല ഒരേ സാധനങ്ങളെല്ലാം വെച്ചുണ്ടാക്കുന്നത്. ചിക്കനാണെങ്കിൽ ചിക്കൻ, ബീഫാണെങ്കിൽ ബീഫ്, എല്ലാം. പക്ഷേ അതിനകത്തൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആ കൈപ്പുണ്യം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. പക്ഷെ ആ കാര്യത്തിൽ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഈ കോഴിക്കോട് ഹോട്ടലിൽ ഫേമസ് മാതിരി ഉണ്ടല്ലോ, ഇന്ന് എല്ലാ സ്ഥലത്തും ഇപ്പോൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലാണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ വരെ ആളുകൾ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി വിളിച്ച് വരെ റൂമിൽ വരുന്ന സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ചിക്കൻ ഏകദേശം ഒരു ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ചതല്ല കേട്ടോ, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. കാരണം എന്താ പറയുക, അരച്ച് കഴിഞ്ഞ് ഇതിനകത്ത് മിസ്സായി പോകും. ഇങ്ങനെ ചതച്ചിട്ടിടണം. കാരണം നമ്മളിത് കഴിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടൊന്ന് ഇളക്കിയാണോ, ഓ എന്താ സ്മെല്ല്. ഇതിനകത്ത് ഒന്നും ഇട്ടില്ല, വെറും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടപ്പോഴേക്ക് ഈ ആദ്യം സ്മെല്ല്. ഞാൻ തമാശ പറയുകയാണ് അല്ലെങ്കിൽ തള്ളുകയാണെന്നൊക്കെ ജനങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി വിളിച്ചതിൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോഴേ നിങ്ങൾ വിചാരിക്കുന്നത് തള്ളന്നെ കേട്ടോ, ചാലിൻ്റെ പേരുമായി തന്നെ തള്ളു മാത്രമാണെന്ന്. പക്ഷെ അതല്ല. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് ഈ സാധനം ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ നമ്മളെ സാധനം ഏകദേശം വേവൊക്കെ ആയിട്ടിട്ട് കേട്ടോ. കാരണം അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടോ, എന്താ സ്മെല്ല്. ഇത് ഞാനൊരു തമാശ പറഞ്ഞല്ല, ആളുകൾ ടാക്സി വിളിച്ച് വരണമെന്ന് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഇല്ലേ, എൻ്റെ നമ്പറിൽ ബന്ധപ്പെടൂ, എന്നെ വിളിക്കൂ, നമ്മൾ റെഡിയാക്കി തരുമല്ലോ. സാധനം എവിടെ വന്നിട്ട് വേണമെങ്കിലും നമ്മൾ റെഡിയാക്കി തരും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറി വരും, ഇവിടെ വന്നിട്ട് കഴിക്കാം. നമ്മളെ പെപ്പർ ചിക്കൻ, അതാണ് ഇത് നമ്മൾ പറഞ്ഞ സാധനം, പെപ്പർ ചിക്കൻ. നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളെ നല്ല നാടൻ കുരുമുളക് പൊടി കേട്ടോ. അത് കാരണേ അത്യാവശ്യം എരിവ് ഈ സാധനത്തിന് ഉണ്ടാവും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. കാരണം നമ്മളെ പെപ്പർ ചിക്കന് പെപ്പറിൻ്റെ മണം, എമ്മാതിരി മണം. ഓ ഈ മണം കേട്ടാൽ തന്നെ ഇപ്പോൾ താഴത്തുനിന്നൊക്കെ ആൾക്കാർ വരും തോന്നുന്നുണ്ട് കേട്ടോ. ഈ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാർ വിളിച്ചൊന്നല്ലേ കാര്യം, ഇപ്പോൾ താഴത്തെ ഫ്ലാറ്റിലെ ആൾക്കാരൊക്കെ ഇറങ്ങി വരും ഈ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ. എന്താ കിടക്കണ കിടപ്പ് കണ്ടില്ലേ. ഓ മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവാനേ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ. നമ്മളിപ്പോൾ ഈ സാധനം മൂടി വെച്ചിട്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് ഇത്രയും. അപ്പോൾ അത് മൂടി വെക്കാതെ ഇരുന്നുണ്ടെങ്കിലേ ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ ചിലപ്പോൾ ഉണ്ടല്ലോ താഴത്തുള്ള ആളുകൾ കംപ്ലീറ്റ് കയറി വരും കിട്ടി. അത് കാരണമാണ് ഞാനിത് മൂടി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് അറിയോ, ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ദിലീപിൻ്റെ ഏതൊരു സിനിമയിൽ മിസ്റ്റർ ബട്ട്ലറോ ഏതൊരു സിനിമയിൽ ദിലീപ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതേമാതിരി ഇപ്പം ഇന്നെ തെരഞ്ഞിട്ട് എത്ര പേര് വരും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പറൊക്കെ മാറ്റാൻ പോകാൻ. ഈ ഫോൺ നമ്പർ വെച്ചാൽ ഇപ്പോൾ ആളുകൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫോൺ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ടീഷനിൽ ഇതിൻ്റെ മണം കേട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ മിക്കവാറും ഫോൺ ഓഫാക്കല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന്
അതിനകത്ത് ഇട്ട് കൊടുക്കാം. കാരണം എന്താ പറയുക, തക്കാളി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മിക്സായി പോകും. തക്കാളി അങ്ങനെ മിക്സായി പോകാൻ പാടില്ല. തക്കാളി ഒരു ഹാഫ് അതിനകത്ത് കിടക്കണം. അതാണ് അതിൻ്റെ സിസ്റ്റം. ഇത് നമ്മളെ പെപ്പർ ചിക്കൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയിട്ടൊരു 2 മിനിറ്റ് വെക്കാം. ആഹാ, എന്താ മണം! തക്കാളി ഒന്നൊരു ചെറിയ വേവാകുമ്പോഴേ നമുക്ക് മറ്റേ സാധനം കൂടി വെച്ച് കൊടുക്കാം. ഇത് ക്യാപ്സിക്കൻ. നമ്മളെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഉപ്പും മുളകൊക്കെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു സാധനം ക്യാപ്സിക്കൻ ഈ സാധനം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അതോട് കൂടിയിട്ട് നമ്മളെ പരിപാടി തീരും. പക്ഷേ നമ്മളെ മറ്റുള്ള തള്ളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ അതൊന്ന് മറ്റുള്ള വീഡിയോ കണ്ട മാതിരിയല്ല, ഇതൊന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ അറിയോ, ഇത് ലോകം മുഴുവൻ ഫേമസ് ആയ സാധനമാണ് പെപ്പർ ചിക്കൻ. ഞാൻ പറഞ്ഞില്ലേ, ടാക്സി വിളിച്ചിട്ടൊക്കെ ആളുകൾ വരുന്ന കഥയൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഇത് തമാശ പറഞ്ഞില്ല, കാര്യമായിട്ടാണ്. നിങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, സാധനം ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സംഭവം ടെറസിൻ്റെ മുകളിലാണ്. നല്ല വെയിലാണ് പുറത്ത്, അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ആദ്യം കട്ടച്ചായ കുടിച്ച് തുടങ്ങിയില്ല. അപ്പം ഇത് അവസാനിച്ച സാധനം. അപ്പോൾ നമുക്ക് ഇത് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ സ്റ്റവ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താ പാടിന്. എന്താ സ്മെല്ല് കേട്ടോ! ഇവിടെ ചില ആളുകളൊക്കെ പാത്രമായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു കഷ്ണം കൊടുത്താക്കാം. കാരണം എന്താ അറിയോ, ഇതിന് എന്നാ പിടിച്ചോ, ഒരു കഷ്ണം കേട്ടോ, കൂടുതൽ തരില്ല. ഒരു കഷ്ണമേ തരാൻ പറ്റുള്ളൂ. മതി നിൽക്കട്ടെ. എന്തൊരു കഷ്ടം! ഇതിപ്പോൾ മുഴുവൻ നടക്കണ വേണോ? എന്താണിത്? നമ്മൾ ഏതായാലും ഞാനൊരു കഷ്ണം എടുത്തിട്ട് സാമ്പിൾ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് കഴിച്ചു വെക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാം. ഈ അമ്മാതിരി ടേസ്റ്റ് അറിയാം. ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടോ, നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് തള്ളാണെന്ന്. പക്ഷേ ഇത് തള്ളല്ല കേട്ടോ. ഈ സാധനം ഉണ്ടാക്കി കഴിച്ചാണ്ടല്ല ഒന്നൊന്നര ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ വേറെ കാര്യം പറഞ്ഞിട്ടോ, നമ്മളെ ഈ വീഡിയോസിലൊക്കെ നമ്മളൊരു 2 വരി പാട്ട് ആൾക്കാരെ വെറുപ്പിക്കാനുള്ള പാട്ട് പാടുന്നുണ്ടല്ലോ, അതൊന്നും പാടിയില്ല. അതുകൂടി ഇരുന്നോട്ടെ. നേരം വെളുക്കുന്നേരം വല വീശാൻ പോയല്ലോ ബഹറിൻ്റെ മീതെ എൻ്റെ ബാപ്പ, ഒരു കുന്നനും മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്നു കടലിൽ നിന്നും ബാപ്പാ, റഹ്മാനെ വിളിക്കുന്നു ബാപ്പാ. അപ്പോൾ നമ്മളെ മലപ്പുറത്തുകാരൻ മുജീബ് തള്ളുകൾ നിങ്ങളെല്ലാവരും മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ ഒരു 1.5 തള്ളങ്ങോട്ട് തള്ളിയേക്ക്. ബായ്.